സ്റ്റുഡൻസ്, നമ്മൾ എം പിയിൽ ഇതുവരെ നോക്കിയിട്ടുള്ളത് 8086 മൈക്രോ പ്രൊസസ്സറിൻ്റെ ഇൻട്രൊഡക്ഷൻ ഒക്കെയാണ്. അതിൽ നമ്മൾ 8086 ഫാമിലിയെ പറ്റി പറഞ്ഞു, 8086ൻ്റെ ഫീച്ചേഴ്സിനെ പറ്റി പറഞ്ഞു. ഇനി നമ്മൾ ഈ മൊഡ്യൂളിൽ നോക്കാൻ പോകുന്ന നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് 8086 ആണ്. 8086 എന്ന് പറയുന്നത് ഒരു 16 ബിറ്റ് മൈക്രോ പ്രൊസസ്സർ ആണെന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. 16 ബിറ്റും എന്താണ് 16 ബിറ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത് എന്നുള്ളത് ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. 16 ബിറ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത് ഈ മൈക്രോ പ്രൊസസ്സറിൽ യൂസ് ചെയ്യുന്ന ALU, അതായത് അരിത്തമാറ്റിക് ലോജിക്കൽ യൂണിറ്റ് ഹാൻഡിൽ ചെയ്യുന്നത് 16 ബിറ്റ് അരിത്തമാറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസിനെയാണ്. ഇതിലുള്ള രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് 16 ബിറ്റ് ഡാറ്റേനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന രജിസ്റ്റേഴ്സ് ആയിരിക്കും. 16 ബിറ്റ് ഡാറ്റേനെ അറ്റ് എ ടൈം ക്യാരി ചെയ്യാൻ പറ്റുന്ന ഡാറ്റ ബസ്സാണ് 8086 മൈക്രോ പ്രൊസസ്സറിലുള്ളത്. അതുകൊണ്ടാണ് ഇതൊരു 16 ബിറ്റ് മൈക്രോ പ്രൊസസ്സറാണെന്ന് പറയാൻ കാരണം. നമുക്ക് ബ്ലോക്ക് ഡയഗ്രത്തിലേക്ക് വരാം. ഈ ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, 2 പാർട്ടായിട്ടാണ് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പർ പാർട്ടിനെ ബസ് ഇൻ്റർഫേസ് യൂണിറ്റ് എന്നും ലോവർ പാർട്ടിനെ എക്സിക്യൂഷൻ യൂണിറ്റ് എന്നും 2 യൂണിറ്റായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ യൂണിറ്റിലെ കമ്പോണൻസുകൾ ഓരോ ഏതൊക്കെയാണെന്ന് നമ്മൾ സെപ്പറേറ്റ് നോക്കുന്നതാണ്. ഓരോ യൂണിറ്റിൽ ഓരോ രജിസ്റ്റേഴ്സ് ഏതൊക്കെയാണ്, ബസ് ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഡാറ്റ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത്, അതിൻ്റെ പൊസിഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നോക്കണം. ഈ ഇൻറ്റേർണൽ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് 8086 എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അതിൽ ഓരോ യൂണിറ്റുകളെയും നമുക്ക് സെപ്പറേറ്റ് നമുക്ക് നോക്കണം. സോ നമുക്ക് ഓരോ ഡാറ്റ എങ്ങനെ ഫെച്ച് ചെയ്യുന്നത്, എങ്ങനെയാണ് ഡാറ്റേനെ ബസ് ഇൻ്റർഫേസ് യൂണിറ്റ് എങ്ങനെയാണ് ഓരോ ഡാറ്റ എക്സിക്യൂഷൻ യൂണിറ്റിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഇൻറ്റേർണൽ ബ്ലോക്ക് ഡയഗ്രത്തിൽ കാര്യമായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് 2 സെപ്പറേറ്റ് ഫങ്ഷൻ യൂണിറ്റ്സ് ആയിട്ട് ഈ ഇൻറ്റേർണൽ ബ്ലോക്ക് ഡയഗ്രത്തിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ബസ് ഇൻ്റർഫേസ് യൂണിറ്റ് എന്നും എക്സിക്യൂഷൻ യൂണിറ്റ് എന്നും പറയുന്ന 2 യൂണിറ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ 2 യൂണിറ്റും സൈമിൾട്ടേനിയസ്ലി വർക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് നമ്മുടെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നതും ഹൈ ത്രൂപുട്ടിന് നമുക്ക് കിട്ടുന്നതും. അത് നമുക്ക് 2 യൂണിറ്റും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ടെന്നർത്ഥം. രണ്ടും നമുക്ക് ഒരുമിച്ച് തന്നെ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് പെർഫോമൻസിനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്കതിൽ ഓരോ സെപ്പറേറ്റ് ഉള്ള ഫങ്ഷൻ യൂണിറ്റുകളെ നമുക്ക് സെപ്പറേറ്റ് നോക്കണം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ബസ് ഇൻ്റർഫേസ് യൂണിറ്റിനെയാണ്. ബസ് ഇൻ്റർഫേസ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് പ്രൊവൈഡ് എ ഫുൾ ബിറ്റ് ബൈ ഡയറക്ഷണൽ ഡാറ്റ ബസ് ആൻഡ് 20 ബിറ്റ് അഡ്രസ് ബസ്. എല്ലാ ഡാറ്റകളെയും അഡ്രസ്സുകളെയും ഒക്കെ എക്സിക്യൂഷൻ യൂണിറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതൊക്കെ ബസ് ഇൻ്റർഫേസിൻ്റെ ഡ്യൂട്ടിയാണ്. 20 ബിറ്റ് ഫിസിക്കൽ മെമ്മറി അഡ്രസ്സിനെ ജനറേറ്റ് ചെയ്യുന്നത് ബസ് ഇൻ്റർഫേസ് യൂണിറ്റാണ്. എക്സ്റ്റേണൽ മെമ്മറികളായിട്ട് ഇൻ്റർഫേസിങ് നടത്തുന്നതും ബസ് ഇൻ്റർഫേസിങ് യൂണിറ്റാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ബസ് ഇൻ്റർഫേസ് യൂണിറ്റിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. ഇറ്റ് സെൻഡ് അഡ്രസ് ഓഫ് ദി മെമ്മറി ഓർ IO. അഡ്രസ്സുകളെ സെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
മെമ്മറിയുടെ ആവട്ടെ ഇൻപുട്ട് ഔട്ട്പുട്ട് രജിസ്റ്റേഴ്സ് ഓർ സം പോർട്ട്, അതിൻ്റെ അഡ്രസ്സുകളൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മെമ്മറിയിൽ നിന്ന് ഇൻസ്ട്രക്ഷൻസിനെ ഫെച്ച് ചെയ്യുന്നത് ബസ് ഇൻ്റർഫേസ് യൂണിറ്റാണ്. പോർട്ടുകളിൽ നിന്ന് ഓർ മെമ്മറികളിൽ നിന്നൊക്കെ ഡാറ്റാനെ റീഡ് ചെയ്യുന്നത്, റൈറ്റ് ചെയ്യുന്നത് ഒക്കെ ബസ് ഇൻ്റർഫേസ് യൂണിറ്റാണ്. ഇൻസ്ട്രക്ഷൻ ക്യൂയിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബസ് ഇൻ്റർഫേസ് യൂണിറ്റ് എന്ന് പറയുന്നത്. എന്താണ് ഇൻസ്ട്രക്ഷൻ ക്യൂ എന്ന് പറയുന്നത്? നെക്സ്റ്റ് നമ്മൾ പ്രോസസ്സ് ചെയ്യാൻ പോകുന്ന ഇൻസ്ട്രക്ഷൻ ഏതാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പ്രീഫെച്ചിങ് ചെയ്ത് വയ്ക്കുക. അതാണ് നമ്മൾ പൈപ്പ് ലൈനിൻ്റെ കേസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇപ്പം ഒരു ഫെച്ച് കഴിഞ്ഞു നമ്മൾ ഡീകോഡ് നടക്കുന്ന ടൈമിൽ നെക്സ്റ്റ് നമുക്ക് ഏത് ഡാറ്റയാണോ നമ്മൾ ഫെച്ച് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യാൻ പോകുന്നത് അതിനെ നമ്മൾ ഓൾറെഡി പ്രീഫെച്ചിങ് ചെയ്ത് വയ്ക്കുക, ക്യൂ ചെയ്ത് വയ്ക്കുക. അതാണ് അതിന് ബസ് ഇൻ്റർഫേസ് യൂണിറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബസ് ഇൻ്റർഫേസ് യൂണിറ്റിൻ്റെ മെയിൻ കമ്പോണൻറ്റുകൾ എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻ ക്യൂ, സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സ്, ഇൻസ്ട്രക്ഷൻ പോയിൻ്റർ. ഇതൊക്കെയാണ് ബസ് ഇൻ്റർഫേസ് യൂണിറ്റിൻ്റെ മെയിൻ കമ്പോണൻറ്റ്. ബസ് ഇൻ്റർഫേസ് യൂണിറ്റിനെ പറയുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമുക്ക് അതിൻ്റെ ഫിഗറും കൂടി അതിൻ്റെ കൂടെ വെച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ ഡാറ്റ അല്ലെങ്കിൽ ഓരോ കമ്പോണൻസുകളുടെ പൊസിഷൻ മനസ്സിലാക്കാൻ പറ്റും. ഡാറ്റ എങ്ങനെയാണ് എവിടേക്കാണ് ഡാറ്റ പോകുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിലാദ്യം നമ്മൾ നോക്കുന്നത് ഇൻസ്ട്രക്ഷൻ ക്യൂ ആണ്. 8086 പാരലൽ പ്രോസസ്സിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് അറ്റ് എ ടൈമിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ ഇൻസ്ട്രക്ഷൻസിനെ പ്രോസസ്സ് ചെയ്യാൻ പറ്റും. ബസ് ഇൻ്റർഫേസ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻ ക്യൂവിനെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. ബസ് ഇൻ്റർഫേസ് യൂണിറ്റ് 6 bytes ഓഫ് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻസിനെ ക്യൂ ചെയ്ത് വയ്ക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതായത് 6 bytes ഓഫ് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻസിനെ അത് ഇൻസ്ട്രക്ഷൻ ക്യൂവിൽ അത് സ്റ്റോർ ചെയ്ത് വയ്ക്കും. എപ്പോഴാണോ എക്സിക്യൂഷൻ യൂണിറ്റ് ഇൻസ്ട്രക്ഷൻസിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻസിനെ ഇൻസ്ട്രക്ഷൻ ക്യൂവിൽ അത് റീഡ് ചെയ്ത് വയ്ക്കും. അതായത് നമ്മൾ ക്യൂ ചെയ്ത് വയ്ക്കുക. കറൻ്റ് നമ്മളൊരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഏതാണെന്നുള്ളത് ഇൻസ്ട്രക്ഷൻ ക്യൂവിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് 6 bytes ഓഫ് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻസിനെ സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ ഇൻസ്ട്രക്ഷൻ ക്യൂ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് പറയുന്നത്. When execution unit is busy decoding or executing current instruction, the buses of 8086 may not be in use. എക്സിക്യൂഷൻ യൂണിറ്റ് ഡീകോഡിങ്ങും എക്സിക്യൂഷനും ഒക്കെ, അതായത് കറണ്ട് ഇൻസ്ട്രക്ഷനിൽ ഡീകോഡിങ് എക്സിക്യൂട്ടിങ്ങും ഒക്കെ നടക്കുന്നതിൽ ബിസി ആകുന്ന ടൈമിൽ നമുക്ക് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻസിനെ നമുക്ക് എടുക്കാൻ ഈ ബസ്സസ് എന്ന് പറയുന്നത് നമുക്ക് ആ ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് എക്സിക്യൂഷൻ്റെയും അല്ലെങ്കിൽ ഡീകോഡിൻ്റെയും ഒക്കെ പ്രോസസ്സിങ്ങിൽ ബിസി ആയിരിക്കും. സോ അറ്റ് ദാറ്റ് ടൈം ബസ് ഇൻ്റർഫേസ് ക്യാൻ യൂസ് ബസ്സസ് ടു ഫെച്ച് അപ് ടു 6 ഇൻസ്ട്രക്ഷൻ ബൈറ്റ് ഫോർ ദ ഫോളോയിങ് ഇൻസ്ട്രക്ഷൻ. അതായത് നമുക്ക് എക്സിക്യൂഷൻ യൂണിറ്റിൽ നമുക്ക് കറണ്ട് ഇൻസ്ട്രക്ഷൻസിൻ്റെ എക്സിക്യൂട്ടിങ്ങും ഡീകോഡിങ്ങും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അറ്റ് ദ സെയിം ടൈമിൽ നമുക്ക് ആ എക്സിക്യൂഷൻ യൂണിറ്റിലെ ബസ്സിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ബസ് ഇൻ്റർഫേസ് യൂണിറ്റിൽ ബസ്സസ് യൂസ് ചെയ്തിട്ട് നെക്സ്റ്റ് ഏത് ഇൻസ്ട്രക്ഷനെയാണോ നമുക്ക് പ്രോസസ്സ് ചെയ്യേണ്ടത് ആ ഇൻസ്ട്രക്ഷൻസിനെ നമുക്ക് ബസ്സസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫെച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ അപ് ടു 6 ഇൻസ്ട്രക്ഷൻസിനെ നമുക്ക് ഫെച്ച് ചെയ്തിട്ട് നമുക്ക് എടുത്ത് വെക്കാൻ പറ്റും, അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. Bus interface unit stores
ദീസ് പ്രീഫെച്ച്ഡ് ബൈറ്റ് ഇൻ എ FIFO രജിസ്റ്റർ കോൾഡ് ഇൻസ്ട്രക്ഷൻ ക്യൂ. നമുക്കറിയാം ക്യൂ എന്ന് പറയുന്നത് FIFO ഫോർമാറ്റിംഗ് ആണ്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഫോർമാറ്റിംഗ്. ആദ്യം ആരാണോ ക്യൂവിലേക്ക് വന്നത് അയാളെ ആദ്യം ഔട്ട് ചെയ്യുന്നു. അതാണ് ക്യൂവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം ഇൻസ്ട്രക്ഷൻ ക്യൂ എന്ന് പറയുന്നതും അങ്ങനെയാണ്. നമ്മൾ കറണ്ട് ഇൻസ്ട്രക്ഷൻ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നു, നെക്സ്റ്റ് ആരാണോ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അയാളെ നമ്മൾ പ്രീഫെച്ച് ചെയ്യുന്നു, നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് ആരാണോ ചെയ്യാൻ പോകുന്നത് അയാളെ നമ്മൾ പ്രീഫെച്ച് ചെയ്ത് വെക്കുന്നു. അങ്ങനെ അപ് ടു 6 ആൾക്കാരെ നമുക്ക് 6 ബൈറ്റ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും ക്യൂവിൽ. വെൻ എക്സിക്യൂഷൻ യൂണിറ്റ് ഈസ് റെഡി ഫോർ its next instruction, it is simply read the instruction from the queue in bus interface unit. ഇപ്പോൾ നമ്മൾ എക്സിക്യൂഷൻ യൂണിറ്റ് കറണ്ട് ഇൻസ്ട്രക്ഷൻസിനെ ഡീകോഡ് ചെയ്ത് കഴിഞ്ഞു, എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻസിനെ എക്സിക്യൂട്ട് ചെയ്യാൻ റെഡിയാകും. ആ ടൈമിൽ നമുക്ക് ഫസ്റ്റ് മുതലേ ഫെച്ച് ചെയ്ത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്താൽ നമുക്ക് ക്യൂവിൽ നമ്മൾ ഓൾറെഡി ബസ് ഇൻ്റർഫേസിങ് യൂണിറ്റിലെ ക്യൂവിൽ നമ്മൾ ഓൾറെഡി അതിനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ എപ്പോഴാണോ എക്സിക്യൂഷൻ യൂണിറ്റ് ബിസി ആയി കഴിഞ്ഞു നമുക്ക് റെഡി ആകുന്നത് ആ ടൈമിൽ സിംപ്ലി അത് ഇൻസ്ട്രക്ഷൻ ക്യൂവിൽ നിന്ന് റീഡ് ചെയ്തെടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എക്സിക്യൂഷൻ സ്പീഡിനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ഫസ്റ്റ് മുതൽ നമുക്ക് ഫെച്ച് ചെയ്ത് ഓരോ ഡാറ്റേനെയും ഫെച്ച് ചെയ്ത് കൊണ്ടുവരാതെ ക്യൂവിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ നമുക്ക് സിംപ്ലി അത് അവിടെ നിന്ന് റീഡ് ചെയ്തിട്ട് നമുക്ക് എക്സിക്യൂഷൻ സ്പീഡിനെ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. പൈപ്പ്ലൈനിങ്. Execution unit of 8086 does not have to wait in between for bus interface unit to fetch next instruction from byte from memory. അതായത് എക്സിക്യൂഷൻ യൂണിറ്റ് ഒരു ഇൻസ്ട്രക്ഷനെ ഡീകോഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻസിനെ അത് മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്ത് അല്ലെങ്കിൽ ഫെച്ച് ചെയ്ത് എടുത്ത് കൊണ്ടുവരാൻ വെയിറ്റ് ചെയ്യാറില്ല എക്സിക്യൂഷൻ യൂണിറ്റ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഓൾറെഡി ഇൻസ്ട്രക്ഷൻ ക്യൂവിൽ നമ്മൾ അതിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പെർഫോമൻസിന് 8086ൻ്റെ പെർഫോമൻസിനെ സ്പീഡപ്പ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ഈ ഒരു ക്യൂവിൻ്റെ പ്രസൻസ് ഹെൽപ്പ് ചെയ്യുന്നു. ഒരു ഇൻസ്ട്രക്ഷൻസ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നെക്സ്റ്റ് ഏത് ഇൻസ്ട്രക്ഷനാണോ നമുക്ക് പെർഫോം ചെയ്യാൻ പോകുന്നത് ആ ഇൻസ്ട്രക്ഷൻസിനെ നമ്മൾ ഫെച്ച് ചെയ്ത് വെക്കുന്ന ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് പൈപ്പ്ലൈനിങ്. അതായത് ഫെച്ചിങ് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ വൈൽ ദ കറണ്ട് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട്. ഏതാ ഇൻസ്ട്രക്ഷനാണോ ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് അത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പേ നെക്സ്റ്റ് ഏത് ഇൻസ്ട്രക്ഷനാണോ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അതിന് നമ്മൾ ഓൾറെഡി നമ്മളുടെ ക്യൂവിൽ എടുത്ത് വെക്കുന്ന ഈ ഒരു പ്രോസസ്സിങ്ങിനെ പറയുന്ന പേരാണ് പൈപ്പ്ലൈനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മെമ്മറി സെഗ്മെൻറ്റേഷൻ. 8086ന് 20 ബിറ്റ് അഡ്രസ് ബസ്സാണ് ഉള്ളതെന്ന് നമുക്കറിയാം. സോ 20 ബിറ്റ് അഡ്രസ്സ് ഉള്ളതുകൊണ്ട് തന്നെ 2⁻20 = 1 MB മെമ്മറി ലൊക്കേഷൻസിനെ നമുക്ക് അഡ്രസ്സ് ചെയ്യാനും പറ്റും. പക്ഷേ ഈ 1 MB എന്നുള്ളതിനെ നമ്മൾ 64 KB ഉള്ള 4 സെഗ്മെൻറ്റുകളായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. അതായത് ബസ് ഇൻ്റർഫേസ് യൂണിറ്റ് ഹാസ് 4 സെഗ്മെൻറ്റ് ബസ്സസ്. കോഡ് സെഗ്മെൻറ്റ്, സ്റ്റാക്ക് സെഗ്മെൻറ്റ്, ഡാറ്റ സെഗ്മെൻറ്റ്, എക്സ്ട്രാ സെഗ്മെൻറ്റ്, ഇങ്ങനെ 4 സെഗ്മെൻറ്റുകളായിട്ടാണ് നമ്മൾ ഈ ഒരു മെമ്മറീനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. It hold the address of instructions and data in memory. ഇതെന്ന് പറയുന്നത്
അഡ്രസ്സസ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയും ഡാറ്റേനെയും ഒക്കെ, മെമ്മറിയിലുള്ള ഡാറ്റേനെയൊക്കെയാണ് ഈ ഓരോ രജിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഓരോ സെഗ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഹോൾഡ് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് മെമ്മറി ലൊക്കേഷൻസിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോസസ്സർ യൂസ് ചെയ്യുന്നതാണ്. ഈ ഓരോ സെഗ്മെൻറ്റ്സുകളുള്ള ഓരോ അഡ്രസ്സസും ഡാറ്റ എന്നൊക്കെ പറയുന്നത്. പിന്നെ ഇവിടെ ഒരു പോയിൻ്റർ ഉണ്ട്, IP, ഇൻസ്ട്രക്ഷൻ പോയിൻ്റർ എന്ന് പറയും. ഇതെന്ന് പറയുന്നത് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഏതാണോ എക്സിക്യൂഷൻ യൂണിറ്റ് പെർഫോം ചെയ്യാൻ പോകുന്നത് അതിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് IP എന്ന് പറയുന്നത്. നമുക്ക് ആ ഫിഗറിൽ കാണാം, ഈ ഒരു 4 സെഗ്മെൻറ്റുകൾ കഴിഞ്ഞാൽ ഒരു IP എന്ന് പറയുന്ന ഒരു സെക്ഷനും കൂടി അതിൻ്റെ താഴെയുണ്ട്. അതെന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻ പോയിൻ്ററാണ്. അതായത് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷനെ ഏതാണോ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ അഡ്രസ്സിനെ ഹോൾഡ് ചെയ്യുന്ന രജിസ്റ്ററാണ് IP എന്ന് പറയുന്നത്. അപ്പം 4 സെഗ്മെൻറ്റുകളാണുള്ളത്. കോഡ് സെഗ്മെൻറ്റ്, ഡാറ്റ സെഗ്മെൻറ്റ്, സ്റ്റാക്ക് സെഗ്മെൻറ്റ്, എക്സ്ട്രാ സെഗ്മെൻറ്റ്. ഇനി ഓരോ സെഗ്മെൻറ്റുകളിലെ രജിസ്റ്റേഴ്സിനെയൊക്കെയാണ് ഈ പറയുന്നത്, ഈ ഒരു ഡയഗ്രത്തിലുള്ളത്. ഓരോ സെഗ്മെൻറ്റിൽ യൂസ് ചെയ്യുന്ന ഓഫ്സെറ്റ് രജിസ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നാണ് അതിൻ്റെ കൂടെ പറയുന്നത്. ഇനി കോഡ് സെഗ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇൻസ്ട്രക്ഷൻ പോയിൻ്ററാണ് യൂസ് ചെയ്യുന്നത്, IP ആണ് ഓഫ്സെറ്റായിട്ട് യൂസ് ചെയ്യുക. ഡാറ്റ സെഗ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓഫ്സെറ്റായിട്ട് SI, സോഴ്സ് ഇൻഡെക്സിനെയാണ് യൂസ് ചെയ്യുക. എക്സ്ട്രാ സെഗ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓഫ്സെറ്റായിട്ട് ഡെസ്റ്റിനേഷൻ ഇൻഡെക്സ് DIനെ യൂസ് ചെയ്യുന്നു. സ്റ്റാക്ക് സെഗ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റാക്ക് പോയിൻ്ററോ ബേസ് പോയിൻ്ററോ യൂസ് ചെയ്യുന്നു അതിൻ്റെ ഓഫ്സെറ്റ് രജിസ്റ്റേഴ്സ് ആയിട്ട്. ഓക്കെ, ഇനി ഓരോ സെഗ്മെൻറ്റുകളെ പറ്റിയിട്ടും പറയാം. ആദ്യം കോഡ് സെഗ്മെൻറ്റ്. കോഡ് സെഗ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു 16 ബിറ്റ് രജിസ്റ്ററാണ്. നമുക്കറിയാം ഓരോ ടോട്ടൽ 1 MB നമ്മൾ 64 KB ഉള്ള ടോട്ടൽ 1 MB നമ്മൾ 64 KB ഉള്ള 4 സെഗ്മെൻറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തതാണ്. അതിൽ ഫസ്റ്റ് നമ്മൾ കോഡ് സെഗ്മെൻ്റാണ് നോക്കാൻ പോകുന്നത്. കോഡ് സെഗ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു 16 ബിറ്റ് രജിസ്റ്ററാണ്. മെമ്മറി ലൊക്കേഷൻസിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടേക്കുള്ള കോഡ് സെഗ്മെൻറ്റ് ഓഫ് മെമ്മറി, മെമ്മറിയിലെ കോഡ് സെഗ്മെൻറ്റിലേക്ക് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യൂസ് ചെയ്യുന്ന ലൊക്കേഷനാണ് കോഡ് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് യൂസ്ഡ് ഫോർ അഡ്രസ്സിങ് എ മെമ്മറി ലൊക്കേഷൻ ഇൻ ദ കോഡ് സെഗ്മെൻറ്റ് ഓഫ് ദി മെമ്മറി. ഇവിടെയാണ് നമ്മൾ എക്സിക്യൂട്ടബിൾ പ്രോഗ്രാംസിനെയൊക്കെ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. സ്റ്റാക്ക് സെഗ്മെൻറ്റ് 16 ബിറ്റ് രജിസ്റ്ററാണ്. 64 KB മെമ്മറി തന്നെയാണ് ഇതിനും ഉള്ളത്. ഇതെന്ന് പറയുന്നത് മെമ്മറി, ഇറ്റ് ഹാൻഡിൽ ചെയ്യുന്നത് മെമ്മറി ടു സ്റ്റോർ ഡാറ്റ ആൻഡ് അഡ്രസ് ഡ്യൂറിങ് എക്സിക്യൂഷൻ നടക്കുന്ന ടൈമിൽ നമുക്ക് ഡാറ്റേനെയോ അഡ്രസ്സിനെയോ ഒക്കെ സ്റ്റോർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. ഡാറ്റ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്
16 ബിറ്റ് രജിസ്റ്റർ തന്നെയാണ്, 64 KB മെമ്മറി തന്നെയാണ് ഇതിനുള്ളത്. ഇറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ഡാറ്റ യൂസ്ഡ് ബൈ ദ പ്രോഗ്രാം ആൻഡ് ഈസ് ആക്സസ്ഡ് ഇൻ ദ ഡാറ്റ സെഗ്മെൻറ്റ് ബൈ ആൻ ഓഫ്സെറ്റ് അഡ്രസ്സ്. ഒരു ഓഫ്സെറ്റ് അഡ്രസ്സ് വെച്ചിട്ടാണ് ഈ ഡാറ്റ സെഗ്മെൻറ്റിലുള്ള ഡാറ്റകളെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ആക്സസ് ചെയ്യുന്നത്. പ്രോഗ്രാമിംഗ് എഴുതുന്ന ടൈമിലൊക്കെയാണ് നമ്മൾ ഡാറ്റ സെഗ്മെൻറ്റ്, അതായത് നമുക്ക് ഡാറ്റ സെഗ്മെൻറ്റിൽ മെയിനായിട്ട് ഡാറ്റയാണ് സ്റ്റോർ ചെയ്യുക. പക്ഷേ ഇതിനെ നമുക്ക് ആക്സസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓഫ്സെറ്റ് അഡ്രസ്സ് വെച്ചിട്ട് ആയിരിക്കും നമ്മൾ അതിൻ്റെ ഡാറ്റേനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി എക്സ്ട്രാ സെഗ്മെൻറ്റ് 16 ബിറ്റ് രജിസ്റ്റർ തന്നെയാണ്, 64 KB മെമ്മറിനെയാണ് ഇത് ഹോൾഡ് ചെയ്യുന്നത്. എക്സ്ട്രാ സെഗ്മെൻ്റ് എന്ന് പറയുന്നത് അഡീഷണൽ ഡാറ്റ സെഗ്മെൻറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതെന്ന് പറയുന്നത് യൂസ്ഡ് ബൈ ദ സ്ട്രിങ് ടു ഹോൾഡ് ദ എക്സ്ട്രാ ഡെസ്റ്റിനേഷൻ ഡാറ്റ. എക്സ്ട്രാ ഡാറ്റനെയൊക്കെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. സ്ട്രിങ് മാനിപ്പുലേഷൻ ഇൻസ്ട്രക്ഷൻസിനെയൊക്കെയാണ് ഈ എക്സ്ട്രാ സെഗ്മെൻറ്റിൽ നമ്മൾ സേവ് ചെയ്യുക. ഇനി നമുക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അതായത് നമുക്കറിയാം നമുക്ക് 16 ബിറ്റ് രജിസ്റ്റേഴ്സ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. സോ ഒരു 16 ബിറ്റ് രജിസ്റ്റേഴ്സ് മാത്രമുള്ള നമുക്ക് ഒരു 20 ബിറ്റ് ഫിസിക്കൽ അഡ്രസ്സ് എങ്ങനെയാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്? നമുക്കറിയാം നമ്മുടെ അഡ്രസ്സ് എന്ന് പറയുന്നത് 20 ബിറ്റ് ആയിരിക്കും, പക്ഷെ നമ്മുടെ രജിസ്റ്റേഴ്സ് എന്നൊക്കെ പറയുന്നത് 16 ബിറ്റുമാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു 20 ബിറ്റ് ഫിസിക്കൽ അഡ്രസ്സിനെ വെറും ഒരു 16 ബിറ്റ് രജിസ്റ്റേഴ്സ് കൊണ്ട് നമുക്ക് കിട്ടുന്നത്? നമുക്ക് ഈ ഫിഗറിൽ അത് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാണ് ഫിസിക്കൽ അഡ്രസ്സിനെ ലോജിക്കൽ അഡ്രസ്സിന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത് എന്നാണ് ഈ ഫിഗറിൽ പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ഡാറ്റ സെഗ്മെൻറ്റിലാണ് നമ്മളുടെ ഡാറ്റ റിസൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് അതിൻ്റെ ഓഫ്സെറ്റ് അഡ്രസ്സ് വെച്ചിട്ടാണ് നമ്മൾ ആക്സസ് ചെയ്യുക. അഡ്രസ്സിനെ ആ ഓഫ്സെറ്റ് അഡ്രസ്സ് വെച്ചിട്ടാണ് നമ്മൾ ആ സെഗ്മെൻറ്റിന് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ DS രജിസ്റ്റർ എന്ന് പറയുന്നത് അഡ്രസ്സ് എന്ന് പറയുന്നത് 2222H. അതാണ് DS രജിസ്റ്ററിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത്, ബേസ് അഡ്രസ്സായിട്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കറിയാം നമുക്ക് 20 ബിറ്റ് ഫിസിക്കൽ അഡ്രസ്സാണ് കിട്ടേണ്ടത്. സോ 20 ബിറ്റ് ഫിസിക്കൽ അഡ്രസ്സ് ആക്കിയിട്ട് നമുക്കതിനെ മാറ്റാൻ വേണ്ടിയിട്ട് അതിൻ്റെ റൈറ്റ് സൈഡിൽ നമ്മളൊരു 0നെ അപ്പെൻഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ബേസ് അഡ്രസ്സ് എന്ന് പറയുന്നത് 22220H. ഇനി നമ്മുടെ ഓഫ്സെറ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത് 0016H. ഈ രണ്ട് വാല്യൂയും കൂടി നമുക്ക് ആഡ് ചെയ്താൽ നമുക്ക് ഫിസിക്കൽ അഡ്രസ്സിനെ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ടത് നമുക്ക് 16 ബിറ്റ് രജിസ്റ്റർ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. 16 ബിറ്റ് രജിസ്റ്ററിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ ലോജിക്കൽ അഡ്രസ്സ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. ആ ലോജിക്കൽ അഡ്രസ്സിന് ബേസ് അഡ്രസ്സും ഓഫ്സെറ്റ് അഡ്രസ്സും. ബേസ് അഡ്രസ്സിന് നമുക്ക് നമ്മുടെ രജിസ്റ്റർ അഡ്രസ്സിലെ റൈറ്റ് സൈഡിൽ നമ്മൾ ഒരു 0 അപ്പെൻഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഓഫ്സെറ്റുമായിട്ട് ആഡ് ചെയ്താൽ നമുക്ക് ഫിസിക്കൽ അഡ്രസ്സിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ പോയിൻ്ററാണ്. ഫിഗറിൽ നമുക്ക് മനസ്സിലാക്കാം, സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സ് കഴിഞ്ഞാൽ തൊട്ട് താഴെ ഒരു IP എന്ന് പറയുന്ന ഒരു സെക്ഷനും കൂടി ഉണ്ട്. അതാണ് ഇൻസ്ട്രക്ഷൻ പോയിൻ്റർ എന്ന് പറയുന്നത്.
16 ബിറ്റ് രജിസ്റ്ററാണ്. 16 ബിറ്റ് ഓഫ്സെറ്റിനെയാണിത് ഹോൾഡ് ചെയ്യുന്നതും. കോഡ് സെഗ്മെൻറ്റിൽ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഏതാണെന്നുള്ളതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഇൻസ്ട്രക്ഷൻ പോയിൻ്റർ എന്ന് പറയുന്നത്. ബസ് ഇൻ്റർഫേസ് യൂണിറ്റ് യൂസസ് IP and CS registers to generate the 20-bit address of the instruction to be fetched from the memory. 20-bit അഡ്രസ്സിനെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് IP-യും അതായത് ഇൻസ്ട്രക്ഷൻ പോയിൻ്ററും കോഡ് സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സും കൂടി യൂസ് ചെയ്തിട്ടാണ് 20-bit അഡ്രസ്സിനെ ജനറേറ്റ് ചെയ്യുന്നത്. ആ 20-bit അഡ്രസ്സ് ഫിസിക്കൽ അഡ്രസ്സ് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യേണ്ടത് എവിടെ നിന്നാണെന്നുള്ളതിൻ്റെ അഡ്രസ്സ് കിട്ടുള്ളൂ. സോ നമ്മൾ IP-യും CS-ഉം യൂസ് ചെയ്തിട്ട് നമുക്ക് 20-bit അഡ്രസ്സിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു, മെമ്മറിയിൽ നിന്ന് ഡാറ്റനെ ഫെച്ച് ചെയ്തെടുക്കുന്നു. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ഇനി നമുക്ക് ഒരു യൂണിറ്റും കൂടി ബാക്കിയുണ്ട്, എക്സിക്യൂഷൻ യൂണിറ്റ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം.